സത്യസന്ധമായിട്ട് പറയും, നിങ്ങൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുന്നത്? ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ കല്യാണങ്ങളുടെ സീസൺ ആണല്ലോ, എല്ലാ ആർഭാടങ്ങളും ഉണ്ടാവും. എല്ലാ ആർഭാടങ്ങളും എല്ലാ രൂപത്തിലും മികച്ച രൂപത്തിൽ മറ്റുള്ള ആളുകൾ കഴിച്ചതിനേക്കാളും ഭംഗിയുള്ള കല്യാണം ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആഡംബരങ്ങളും കാര്യങ്ങളും, ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതും, വസ്ത്രത്തിന്റെ മേലുള്ള ദൂർത്തും, എല്ലാ ദൂർത്തുകളും കാണണമെങ്കിൽ ഒരു കല്യാണത്തിന് പോയാൽ മതി. അപ്പം ഇതിന് ചില ആളുകൾ പറയുന്ന രസകരമായിട്ടൊരു കാര്യമുണ്ട്. അവർ വലിയ വാദം നിരത്തുന്നതാണ്. കാരണം ഇങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ, കാരണം മണി ഫ്ലോ വേണം. കാരണം നമ്മളിതൊരു ഇവന്റുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും, ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യം ഒക്കെ നല്ല കാര്യമാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കണം, നല്ല കാര്യം. സത്യസന്ധമായിട്ട് പറയും, നിങ്ങൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുന്നത്? അത് അല്ലെങ്കിൽ എന്റെ കല്യാണം, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നടക്കുന്ന കല്യാണം എല്ലാവരെക്കാളും മികച്ചതാവണം എന്നുള്ള ആലോചനയിൽ ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ ഇവന്റുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ പാവങ്ങളാണ്, അവർക്കൊക്കെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മുടെ പരിപാടി നടത്തി പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചിന്തയിൽ എന്നാണോ ചെയ്യണത്? ആ ചിന്തയിലാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. സത്യസന്ധമായിട്ട് ഒന്ന് ഉള്ളിൽ തൊട്ടിട്ട് ആലോചിച്ചിട്ട് സത്യം പറയണേ. അങ്ങനെയാണോ ചെയ്യണത്? അല്ലെങ്കിൽ എല്ലാവരെക്കാളും മികച്ചതാകണം എന്നുള്ളത് തന്നെയാണോ ചിന്ത? ഇസ്ലാമിൽ എന്തായാലും ആർഭാടമായിട്ടുള്ള എല്ലാത്തിനെയും വിരോധം പറയുന്നുണ്ട്. ഇത് ഭക്ഷണം കൊണ്ടുള്ളതാണെങ്കിലും മറ്റുള്ളതാണെങ്കിലൊക്കെ ലഘൂകരിക്കാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് ഇനി നമ്മുടെ പുതിയ തലമുറക്ക് കൊടുക്കാവുന്നതിൽ നല്ല പാഠങ്ങൾ ലഘൂകരിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആർഭാടങ്ങളെ മാറ്റി നിർത്തി കാണിച്ചു കൊടുക്കുക. ഈ ആർഭാടങ്ങൾ കുറേ കാലം നമുക്ക് കൊണ്ടെടുക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. അടുത്ത കാലഘട്ടം എങ്ങനെയാണെന്ന് നമുക്ക് അറിയൂല. അപ്പം ദൂരത്തിന് പകരം സൂക്ഷ്മതയോടുകൂടി ചെലവഴിക്കുന്ന മനുഷ്യരാവാൻ ശ്രമിക്കാം.